അങ്ങനെ ദേ നേരെ കടമത്ത് ദ്വീപൊന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ച് 12 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അങ്ങനെ ഒരു ബൈക്കും എടുത്ത് നേരെ തെക്കേയറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ പെട്രോളിന് ഭയങ്കര വിലയാണ്. ഏകദേശം എത്ര ഉണ്ടാവും നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻ്റ് അടിക്കി ശരി ഉത്തരം പറയുന്ന ആരാന്ന് നോക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഹെൽമെറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഞാൻ, വൈഫ്, 2 മക്കൾ, 4 ആളാണ് ഒരു ബൈക്കിൻ്റെ മുകളിൽ പോകുന്നത്. അങ്ങനെ നേരെ തെക്കേയറ്റെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കാണാൻ പോവുകയാണ്. എന്തിനായാലും ഇവരുടെ ഒരു ലൈഫ് അത് നമ്മൾ ഇവിടെ വന്ന് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. നമ്മളെയൊക്കെ ഒരു 12 കിലോമീറ്റർ ചുറ്റളവിൽ ആജീവനാന്തം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ കാണുന്നൊരു കോൺക്രീറ്റ് റോഡാണ് ഇവിടെ നിലവിലുള്ളത്. കുറച്ച് ബൈക്കുകളും ബാക്കിയുള്ള വാഹനങ്ങളോ കാറ് വിരലിലെണ്ണാവുന്നത് മാത്രം, പിന്നെ ബസ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ സ്ഥലത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കാര്യമായിട്ടുള്ള അതിർവരമ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരാളുടെ സ്ഥലത്ത് കൂടാണ് മറ്റേ ആളുടെ വീട്ടിലേക്ക് പോവുക. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സ്ഥലത്തിന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് തെക്കേയറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് വന്ന് അടിപൊളി ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു നോക്കി, എന്നിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങൾ എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ എത്തിയേ അതിടക്കിടക്ക് ഇങ്ങനെ പറയണം. ഈ ബീച്ചിൻ്റെയൊക്കെ ഒരു വൃത്തി നിങ്ങൾ നോക്കി, നല്ല പഞ്ചാരമണൽ പോലത്തത്. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയാണ് ഇവിടെ. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നായി, പട്ടി, പാമ്പ്, എന്താ പറയുക, അതേപോലെ നമ്മൾ പേടിക്കുന്ന പല ജീവികളും ഇവിടെ ഇല്ല. കാക്ക പോലും ഇല്ല. കാക്കനെ പേടിയുണ്ട് നല്ല കേട്ടോ പറഞ്ഞത്. അത്രയ്ക്ക് വൃത്തിയാണ് ഇവിടെ. നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കാതെ മക്കളെയൊക്കെ അങ്ങോട്ട് ഇറക്കി വിടാം, ഏത് ബീച്ചിലേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. അങ്ങനെ അതെ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ അന്നത്ത്. ഒരു ഹായ് പറയും. യെസ്, ഇതോടുകൂടി മതിയായി. ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ആരെങ്കിലും ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു തരും.